ഹലോ ഫ്രണ്ട്സ്, സൈലം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UPൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കുറേ തെറ്റിദ്ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിലും അതേപോലെ തന്നെ പല പോസ്റ്ററുകളിലും ചില പരസ്യങ്ങളിലടക്കം ഞാൻ കണ്ടു. UPSTക്ക് കാറ്റഗറി 2 നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിനൊരു സർക്കാർ ഉത്തരവുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 14 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാരിഫിക്കേഷനോടുകൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് അനുസരിച്ച് പുതുക്കിയ യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, കാറ്റഗറി 2 UPക്ക് നിർബന്ധമാണോ, കാറ്റഗറി 3 ഉള്ളവർക്ക് UP എഴുതാൻ പറ്റുമോ, സെറ്റും നെറ്റും ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ, ഒരു കിളവുണ്ടോ, PhD ഉള്ളവർക്ക് പറ്റുമോ, MPhil MD ഇവർക്കൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ആദ്യം പറയാം. ആദ്യം നമുക്ക് LP സ്കൂൾ ടീച്ചറുടെ നോക്കാം. LP സ്കൂൾ ടീച്ചർക്ക് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒന്നാണ്, +2 TTC ഉണ്ടെങ്കിൽ LP സ്കൂൾ ടീച്ചർ ആവാം എന്നുള്ളത്. ആ TTC കോഴ്സിന് ബദലിപ്പോൾ പറയുന്ന പേരെന്താണ്, DLED ആണ്, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് +2ൻ്റെ കൂടെ TTCയോ DLEDോ ഉണ്ടെങ്കിൽ അവർക്ക് അധ്യാപക യോഗ്യതാ പരീക്ഷയായിട്ടുള്ള കേട്ടറ്റ് 1 2 അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ തന്നെ ഏതെഴുതാം, LPST പരീക്ഷ എഴുതാം. ഇനിയിപ്പോൾ ഒരാൾക്ക് കേട്ടറ്റ് 2 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക, അയാൾക്ക് LP എഴുതണം എന്നുണ്ടെങ്കിൽ കേട്ടറ്റ് 1ൻ്റെ ആവശ്യമില്ല. കാരണം സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് LPST UPST പരീക്ഷകൾക്ക് കാറ്റഗറി 1നെയും 2നെയും പരിഗണിക്കാവുന്നതാണ്. അതായത് ഏതെങ്കിലും ഒന്ന് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് മാറിയല്ലോ. ഇനിയോ ഇതിൽ ആർക്ക് മാത്രമേ ഇളവ് പറഞ്ഞിട്ടുള്ളൂ, CTET 1ഉം CTET 2ഉം നേടിയവർക്ക് കേട്ടറ്റ് 1നും 2വിനും പകരമായി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ CTET 1 ഉള്ള ഒരാൾക്ക് DLED +2 ഉണ്ടെങ്കിൽ LPയും എഴുതാം UPയും എഴുതാം. അതായത് കേട്ടറ്റിൻ്റെ അതേ ആ ഒരു കാര്യം ഏതിന് കിട്ടും, CTET. അപ്പോൾ CTETകാർക്ക് മാത്രമേ ഇതിൽ ഇളവുള്ളൂ. PhDയോ MDോ MPhilോ സെറ്റോ നെറ്റോ ഉള്ളവർക്കൊന്നും ഇളവില്ല. LPST എഴുതണമെങ്കിൽ കേട്ടറ്റ് 1ഓ അല്ലെങ്കിൽ 2ഓ നിർബന്ധമാണ്. അതിന് ഏത് മാത്രമേ ഈക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുന്നതുള്ളൂ, CTET 1ഉം CTET 2ഉം. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. +2 + TTCയും കേട്ടറ്റ് 1ഓ അല്ലെങ്കിൽ 2ഓ ഉണ്ടെങ്കിൽ LPST എഴുതാം, CTET ആണെങ്കിലും എഴുതാം. ഇനി UPൻ്റെ കാര്യത്തിലേക്ക് വരാം. UP ആ പറഞ്ഞ LP എഴുതാവുന്ന അതേ ക്വാളിഫിക്കേഷൻ ഇങ്ങോട്ടേക്ക് അതേപടി എടുത്തിരുന്നു, +2 + TTC ഓർ DLED. അതിൻ്റെ കൂടെ കേട്ടറ്റ് 1 or 2 ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ ഏതെഴുതാം, UP എഴുതാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പരത്തപ്പെട്ടത്. UP എഴുതണമെങ്കിൽ ഡിഗ്രി നിർബന്ധമാണ്, അങ്ങനെ ഒന്ന് നിലവിലില്ല. കേരളത്തിൻ്റെ സർക്കാർ ഉത്തരവിൽ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ കാറ്റഗറി 2 നിർബന്ധമാണ്, അതും തെറ്റാണ്. കേട്ടറ്റ് 1ഉം TTCയും ഉണ്ടെങ്കിൽ അയാൾക്ക് LPSTയും എഴുതാം UPSTയും എഴുതാം. ഇനി അതിന് ബദൽ ഏതേ വരുന്നുള്ളൂ, CTET 1 or 2. ഇത് രണ്ടും മാത്രമേ അതിന് പകരമാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ LPSTൻ്റെ ആ ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾക്ക് UPയും എഴുതാം. ഇനി ഒരു വിഭാഗത്തെ കൂടെ എഴുതാൻ അഡീഷണലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതാരാ, ഡിഗ്രി BEd നേടിയ ആളുകൾക്ക് UPST മാത്രം എഴുതാം. എങ്ങനെയാണെങ്കിൽ അവർക്ക് കേട്ടറ്റ് 2 ഉണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ BEd ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടറ്റ് കാറ്റഗറി 2 അല്ലെങ്കിൽ CTET കാറ്റഗറി 2 ഉണ്ടെങ്കിൽ മാത്രമേ UPST എഴുതാൻ സാധിക്കുകയുള്ളൂ. അവിടെ സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാറ്റഗറി 3 നേടിയവരെ ഹൈസ്കൂൾ ടീച്ചർമാരായിട്ട് മാത്രം പരിഗണിച്ചാൽ മതിയാകും. അപ്പോൾ ഏത് സംശയം മാറിക്കിട്ടിയോ, കാറ്റഗറി 3 ഉള്ളവർക്ക് അത് വെച്ചിട്ട് UP എഴുതാൻ പറ്റുമോ, പറ്റൂല. കാറ്റഗറി 2 തന്നെ വേണം. ആർക്ക്,
ബി എഡുകാർക്ക്. അപ്പോൾ ബി എഡുകാർക്ക് കാറ്റഗറി 2 അല്ലെങ്കിൽ CTET 2 ഉണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ആർക്ക് ഇളവില്ല? PhD, നെറ്റ്, സെറ്റ്, MEd, MPhil ഈ ഉയർന്ന യോഗ്യതക്കാർക്കൊന്നും കേട്ടറ്റ് നേടുന്നതിൽ നിന്നും ഇളവ് അനുവദിച്ചിട്ടില്ല. എത്ര വലിയ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും LP UP എഴുതണമെങ്കിൽ കേട്ടറ്റ് 1ഓ 2ഓ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നൊരു യോഗ്യത എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ യോഗ്യത. മലയാളം SLCക്ക് പാർട്ട് 1ലോ 2വിലോ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ SSLCക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചാലും മതി. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളം പേപ്പർ 1ലോ 2വിലോ പഠിക്കാതെ ഒരാൾ SLC കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പറ്റൂല. അപ്പോൾ SSLC തലത്തിൽ പാർട്ട് 1ലോ 2വിലോ മലയാളം ഒരു വിഷയമായി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിരിക്കണം. ഇപ്പം ഞാൻ UPSC 2ാം റാങ്ക് വന്ന സമയത്ത് എനിക്കൊരു നോട്ടീസ് വന്നു. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഓറിയൻ്റൽ SLC ആയതുകൊണ്ട് അവിടെ അറബിക് 1ഉം അറബിക് 2ഉം സാൻസ്ക്രീറ്റ് 1ഉം സാൻസ്ക്രീറ്റ് 2 എന്നുള്ളൂ. അപ്പം ഞാൻ അതാണ് പഠിച്ചത്. അപ്പം ഞാൻ മലയാളം ഒരു പേപ്പറായി പഠിച്ചു, അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് അവിടെ HM കൊണ്ട് എഴുതിച്ചു, ഞാൻ ഇന്ന വർഷത്തിൽ 8, 9, 10 ക്ലാസ്സുകളിൽ സയൻസ് സോഷ്യൽ വിഷയങ്ങളെല്ലാം തന്നെ മലയാളം മാധ്യമത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷമാണ് എൻ്റെ 2nd റാങ്ക് തന്നെ വാലിഡ് ആവുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആ UPSC ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അപ്പോൾ സംഭവം മനസ്സിലായോ? മലയാളം മീഡിയത്തിൻ്റെ ഒരു ക്ലോസാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, ഇനി അങ്ങനെ നിങ്ങൾ SLC ലെവലിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ +2 തലത്തിലോ അല്ലെങ്കിൽ DLEDനോ മലയാളം ഒരു വിഷയമായി പഠിക്കുക. അതായത് ഉയർന്ന കോഴ്സുകൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ +2വിനോ ഡിഗ്രിക്കോ DLEDനോ ഒക്കെ മലയാളം ഒരു പേപ്പറായിട്ട് പഠിച്ചാലും മതി എന്നെന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, മലയാളം ഒരു പേപ്പറായിട്ട് എവിടെയെങ്കിലുമൊക്കെ പഠിച്ചവർക്ക് LPST UPSC എഴുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളത്, ഞങ്ങളുടെ 4 വയസ്സ് കൂട്ടിയിട്ടുണ്ടാവോ എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ജനറൽ PSCൻ്റെ ഓർഡറുകളും നോട്ടിഫിക്കേഷൻസൊക്കെ വന്നതുകൊണ്ട് ഉയർന്ന പ്രായപരിധി 36-ൽ നിന്ന് എത്രയാക്കിയിട്ടുണ്ട്, 40 ആക്കിയിട്ടുണ്ട്. പക്ഷേ LP UPക്കാർക്ക് 40 ആൾറെഡി ഉള്ളതാണ്. അത് 44 ആക്കിയോ എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവന്നെ വരണം, എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ പറയുന്ന പത്രത്തിലും അതേപോലെ തന്നെ വാർത്തകളും ആ സർക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓർഡറായിട്ട് ഇറങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ആ 4 LP UPക്കാർക്കും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ആയി കഴിഞ്ഞിട്ടേ നമുക്ക് ആയി എന്നങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് നിലവിൽ ഓർഡർ ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ളൊരു മറുപടി അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു LPST UPSCയുടെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ യോഗ്യതകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഉയർന്ന യോഗ്യതക്കാരോടൊക്കെ പറഞ്ഞു സുപ്രീം കോടതി എന്ത്, കേട്ടിട്ടില്ലാതെ നിങ്ങൾ സ്കൂളിൽ എന്ത് ചെയ്യേണ്ട, പഠിപ്പിക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ കേട്ടിട്ട് 3 എവിടെ പഠിപ്പിച്ചാൽ മതി, ഹൈസ്കൂളിൽ പഠിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 2ഓ 1ഓ ഒക്കെ തന്നെ വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കേന്ദ്രത്തിൻ്റെ CTET 1ഓ 2ഓ ഒക്കെ നിങ്ങൾ നേടിയെടുത്തോ എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് യോഗ്യത സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ ജൂൺ 10-ാം തീയതി നമ്മുടെ LP UPൻ്റെ വെടിക്കെട്ട് ബാച്ച് ആരംഭിക്കുകയാണ്. അതായത് കറക്റ്റ് ഇനി ഒരൊറ്റ വർഷമേ മുന്നിലുള്ളൂ. ഈ ഒരു വർഷം ആരാണോ അരയും തലയും മുറുക്കി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നത്, സിലബസിലൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ LP UPനെ അറിഞ്ഞ് LP UPൻ്റെ പൾസിൽ ഞാൻ നിങ്ങളടുത്ത് വെറുതെ വന്ന് നിങ്ങളെ LP UPക്ക് ഗൈഡ് ചെയ്യുന്നതല്ല. ഞാൻ ആൾറെഡി 2nd റാങ്ക് നേടി പയറ്റി തെളിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത്. അത് UPSC മാത്രമല്ല, HSC ആണെങ്കിലും ഞാൻ 9th റാങ്കോട് കൂടിയാണത്. ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച് എഴുതിയെടുത്തതാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചോ, എന്തൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്തോ, അതേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളെയും എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സിലേക്ക് നയിക്കുന്നത്. അപ്പോൾ 10-ാം തീയതി പുതിയ
ഐക്കോണിക് ആയിട്ടുള്ള ബാച്ച് തുടങ്ങുകയാണ്. ആ ബാച്ചിൽ കയറിയിട്ട് LPST UPSC. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിലവിലുള്ളവർക്ക് തന്നെ നിയമനം നടക്കുന്നില്ലല്ലോ, നിലവിലുള്ളവർക്ക് തന്നെ ഒഴിവൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഫിക്സേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുകളൊക്കെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടെ എന്ത് ചെയ്യും, നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ അനങ്ങി തുടങ്ങുകയും ചെയ്തു. ഇപ്പം തന്നെ പഴയ ലിസ്റ്റുകാർക്ക് കൊടുക്കാനുള്ളത് എന്ത് ചെയ്തു, അയച്ച് തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇനി അടുത്ത ലിസ്റ്റ് എന്തായാലും വരണമല്ലോ. അപ്പോൾ ഇവരുടേത് മൂവായി തുടങ്ങി. ഇനി വരാനിരിക്കുന്ന ലിസ്റ്റിലേക്ക് ആരൊക്കെ എന്നതാണ്, അവിടെയാണ് നിങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഏറ്റവും മുൻനിരയിൽ പെട്ടെങ്കിൽ മാത്രമേ നിയമനം നടക്കുള്ളൂ. അപ്പോൾ തുടക്കം മുതൽ തന്നെ കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ അടുത്ത തവണ ഇതുപോലെ നിങ്ങൾ കയറിയിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടവരെങ്കിൽ 10-ാം തീയതി തന്നെ കൂടെ കൂടിക്കോ. ഒരു കൂട്ടം കട്ടക്ക് നിൽക്കുന്ന ടീച്ചേഴ്സുമായിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ് പുതിയ LPUP ബാച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.